വെൽക്കം അനു. താങ്ക് യു. സന്തോഷാണോ ഇവിടെ എത്തിയിട്ട്? സന്തോഷം തോന്നുന്നുണ്ടോ? ഭയങ്കര സന്തോഷം. ഒരുപാട് കലാപ്രതിഭകളെ കാണാൻ പറ്റി, ആസ്വദിക്കാൻ പറ്റി. സന്തോഷം. അനുവിന് ശരിക്കും കലകൾ കാണുന്നത് ഇഷ്ടമുള്ള ഒരാളാണല്ലേ? ഡാൻസും പാട്ടും ഒക്കെ ചെറുപ്പം മൂലേ സിനിമയായാലും ഡാൻസും പാട്ടൊക്കെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടം. നേരത്തെ പറഞ്ഞല്ലോ, കുക്കിംഗ് ചെയ്യണം, അടുക്കളയിൽ ജോലി ചെയ്യണമെങ്കിൽ വരെ പാട്ടോ എന്തെങ്കിലുമൊക്കെ വേണം എനിക്ക് അവിടെ. അപ്പൊ അനുവിന്റെ ഒരു നമ്മൾ സാധാരണ എപ്പോഴും പറയാറുണ്ട്, ഒരു പഴഞ്ചൊല്ല അല്ലെങ്കിൽ എപ്പോഴും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ഒരു പുരുഷന്റെ വിജയത്തിന് പിന്നിൽ എപ്പോഴും ഒരു സ്ത്രീ ഉണ്ടാവും എന്നുള്ളത്. അനുവിന്റെ കാര്യത്തിൽ അത് കുറച്ച് റിവേഴ്സ് ആണ് അല്ലെ? അനുവിന്റെ വിജയത്തിന്റെ പിന്നിൽ ഒരു പുരുഷനാണ്, മറ്റാരുമല്ല. പ്രത്യേകിച്ചും കല്യാണം കഴിഞ്ഞ സ്ത്രീകളുടെ മുമ്പിൽ ഒരു ഭർത്താവ് ഉണ്ടാവും. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സീൻ ചെയ്യുമ്പോ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇതൊക്കെ സെലക്ട് ചെയ്യുന്നതാണ്, നിന്റെ ഇഷ്ടമാണ്, നിനക്ക് ചെയ്യാൻ പറ്റും തോന്നിക്കഴിഞ്ഞാൽ നീ ചെയ്തോ, അങ്ങനെ പറയാ. ഓക്കെ. സ്ക്രിപ്റ്റ് ഒക്കെ വായിക്കുന്നതും ഡിസ്കസ് ചെയ്യുന്നതും സെലക്ട് ചെയ്യുന്നതൊക്കെ ആരാണ്? അത് ഞാൻ തന്നെയാണ്. പക്ഷെ വിഷ്ണുവിന്റെ അഭിപ്രായം ചോദിക്കാറുണ്ട്. അപ്പൊ വിഷ്ണുവിന്റെ എന്നെക്കാൾ ഒരുപാട് സിനിമകൾ ഇരുന്ന് കാണും. ഓ, അത് ശരി. എല്ലാ ലാംഗ്വേജിലും. ഞാൻ മലയാളം മാത്രമാണ്. പിന്നെ ഭയങ്കര ഇഷ്ടമാണ് വിഷ്ണു ഏട്ടൻ. കുഴപ്പമില്ല. പിന്നെ വിഷ്ണുവിന്റെ ഇളയതായിരിക്കും സ്വാസിക. വിഷ്ണുവിന്റെ 30 വയസ്സുണ്ട്. കണ്ടാ തോന്നില്ല സമ്മതിക്കില്ല അങ്ങനെ ചെറുപ്പക്കാരനായിരിക്കാൻ. എല്ലാവരോടും വിളിച്ചു പറയുന്നത് വിഷ്ണുവിന്റെ 30 വയസ്സുണ്ട്, പക്ഷെ കണ്ടാ തോന്നില്ല. വിഷ്ണുവിനൊന്നും തോന്നില്ല, കണ്ടാ തോന്നില്ല. അപ്പൊ ഒരുപാട് സിനിമ കാണുന്നോണ്ട് കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു തരും. അപ്പൊ ഞാനത് വിഷ്ണുവിനോട് അഭിപ്രായം ചോദിക്കും, അതൊക്കെ പറഞ്ഞു തരും. എന്നെ ഇരുത്തി സിനിമ കാണിപ്പിക്കും, പല ഭാഷകളിലും. ഞാൻ മലയാളം, എനിക്ക് കോമഡി മൂവീസ് ഒക്കെ ഇഷ്ടം. എനിക്ക് കരയാൻ പറ്റില്ല, ഞാൻ പെട്ടെന്ന് കരയും. ഒരു ചെറിയ വിഷമമുള്ള സീൻ കണ്ടു കഴിഞ്ഞാൽ മതി എനിക്ക് കരച്ചിൽ വരും. അപ്പൊ ഞാൻ പറയും എനിക്കിത് കാണണ്ടെന്ന് പറയും. പക്ഷെ വിഷ്ണുവേട്ടൻ എല്ലാ സിനിമയും കാണണമെന്നും പറഞ്ഞിട്ട് ഇരുത്തി കാണിപ്പിക്കും. അപ്പൊ അത്രയും സപ്പോർട്ടാണ്. വേറൊരു കാര്യമാണ്, അതായത് വിഷ്ണു ഒരു ഫോട്ടോഗ്രാഫറാണ്. വിഷ്ണു ഒരുപാട് ഫോട്ടോസ് എടുത്ത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ആ ഫോട്ടോസിൽ എല്ലാം മോഡൽ ഒരേ ഒരാളുള്ളൂ, അനു സിത്താര. അത് അനു സിത്താരയുടെ കുശുമ്പ് കൊണ്ട്, നിങ്ങൾ വേറെ ആരുടെ ഫോട്ടോ എടുക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നുള്ള കുശുമ്പ് കൊണ്ടാണോ അതോ വിഷ്ണുവേട്ടൻ പറയാണോ എനിക്ക് നീ മതി? അല്ല, വിഷ്ണുവേട്ടൻ വേറെ ഫോട്ടോ എടുക്കുന്നുണ്ട്. എന്റെ കാര്യത്തിലാണ്, ഞാൻ വിഷ്ണുവേട്ടനാണ് കൂടുതൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്റെ ഏത് ഫോട്ടോയും മിക്ക ഫോട്ടോസും എടുക്കുന്നത് വിഷ്ണുവേട്ടനായിരിക്കും. എനിക്ക് ഈ പോസ്റ്റ് ചെയ്ത് നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ അറിയില്ല, പോസ്റ്റ് ചെയ്ത് നിൽക്കാൻ അറിയില്ല. എന്നെ വിഷ്ണുവേട്ടന് കറക്റ്റ് അറിയാം എങ്ങനെ എടുപ്പിക്കാം, എന്നെ ഏത് രീതിയിൽ എടുത്താലും ഭംഗി ഉണ്ടാവുക എന്നുള്ളത്. അപ്പൊ ഏതൊരു ഫോട്ടോയും ഫോട്ടോഷൂട്ട് പറഞ്ഞ് ഞാൻ പറയാം വിഷ്ണുവേട്ടൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യാന്നൊക്കെ പറയാം. അല്ലാതെ മാഗസിൻ വരുമ്പോഴാണ് മാറാറ്. അല്ലാതെ ഞാൻ കൂടുതൽ ഫോട്ടോഷൂട്ട് ചെയ്യാറില്ല. അപ്പം ഇടുന്ന ഫോട്ടോസ് ഒക്കെ കൂടുതലും വിഷ്ണുവിന്റെ അടുത്ത് മാത്രമാണ്. ഞാൻ ആദ്യം നിങ്ങളുടെ ഒരു ഫോട്ടോ കണ്ടത് മറ്റേ ഒരു പാറയുടെ മുകളിൽ വിളക്കൊക്കെ വെച്ചിട്ട്, അതാണ് ഭയങ്കര റീച്ച് ആയി. അപ്പൊ ഞാൻ വിചാരിച്ചു ഏതോ ഒരു ഫോട്ടോഗ്രാഫർ എടുത്തതായിരിക്കും. പിന്നെ വിഷ്ണു എന്നൊക്കെ പറഞ്ഞപ്പോഴും ഞാൻ അങ്ങനെ വിചാരിച്ചു. പിന്നെയാണ് ആ സമയത്ത് കല്യാണം കഴിഞ്ഞതൊന്നും എല്ലാവർക്കും അറിയില്ലായിരുന്നു. പിന്നെയാണ് എല്ലാരും അറിഞ്ഞു. ഞാൻ വിചാരിച്ചു നല്ല ഫോട്ടോഗ്രാഫർ, ആ ഫോട്ടോഗ്രാഫറിനെ വെച്ച് എനിക്ക് ഒരു ഫോട്ടോ എടുക്കണം. പിന്നെന്താ, ഒരു വാക്ക് പറഞ്ഞാൽ മതി. ഞാൻ പിന്നെ അറിഞ്ഞറിഞ്ഞ് വന്നപ്പോ ഞാൻ പിന്നെ എല്ലാ ഫോട്ടോസും കാണുമ്പോൾ അനുവിനെ കണ്ടപ്പോ എനിക്ക് തോന്നിയാ ഇത് നടക്കില്ല. അയ്യോ, അങ്ങനെയൊന്നുമില്ല. പിന്നെ യൂട്യൂബ് ചാനലിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മള് നേരത്തെ പറഞ്ഞു മത്തായി ചേട്ടന്റെ ഒരു പ്രിപ്പറേഷൻ പറഞ്ഞു. മത്തായി ചേട്ടൻ ശരിക്കും അനുവിന്റെ പേഴ്സണൽ മേക്കപ്പ് മാൻ ആണ്, മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. അതെ, തീർച്ചയായിട്ടും. അദ്ദേഹം ഈ പാചകത്തിലേക്ക് കടക്കാൻ കാരണം മത്തായി ചേട്ടനെ കുക്ക് ചെയ്തിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം മത്തായി ചേട്ടന് ഉണ്ടാക്കി തരുന്ന സാധനങ്ങളൊക്കെ. മത്തായി ചേട്ടന് ശരിക്കും ഞാൻ ഫസ്റ്റ് കാണുന്ന ഹാപ്പി വെഡിങ്ങിന് മുമ്പാ. അപ്പോൾ ആ സമയത്ത് എന്നെ ഒരു ഹെവി മേക്കപ്പ് ഒക്കെ ചെയ്ത് എന്നെ ഫോട്ടോഷൂട്ട് ചെയ്തത് മത്തായി ചേട്ടനായിരുന്നു. അപ്പൊ അന്ന് മുതൽ മത്തായി ചേട്ടൻ കൂടെ ഉണ്ട്. മത്തായി ചേട്ടൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ എന്നെ മോളെ പോലെയാ നോക്കുക. മേക്കപ്പ് ചെയ്തങ്ങ് പോവുകയല്ലേ ചെയ്യുക. എന്റെ എല്ലാ കാര്യങ്ങളും മത്തായി ചേട്ടൻ ശ്രദ്ധിക്കും. എന്നോട് ഇടയ്ക്ക് വെള്ളം കുടിക്കാൻ പറയും. സ്വന്തം മക്കളെങ്ങനെയാ നോക്കുക അതുപോലെ മത്തായി ചേട്ടൻ എന്നെ നോക്കണം. ഇപ്പൊ ഈ ഒരു ഷോയ്ക്ക് ഞാൻ വയനാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നപ്പോഴും എനിക്ക് വിഷ്ണുവിന്റെ ഉച്ചത്തേക്കുള്ള ഫുഡൊക്കെ മത്തായി ചേട്ടൻ തയ്യാറാക്കി കൊണ്ടുവന്നത്. എനിക്ക് എന്താ ഇഷ്ടം എന്നൊക്കെ മത്തായി ചേട്ടൻ അറിയാം. അപ്പൊ മാമ്പഴ പുളിശ്ശേരി, നല്ല ചോറും മീൻ പൊരിച്ചതും, വിഷ്ണുവിന് കൊഴുവ പൊരിച്ചതൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പൊ അത് വിഷ്ണുവിന് സെപ്പറേറ്റ് ഉണ്ടാക്കി. എനിക്ക് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി. അപ്പോൾ എനിക്ക് മത്തായിച്ചൻ എത്രത്തോളം നന്നായി കുക്ക് ചെയ്യുന്ന അറിയാം. അപ്പൊ അങ്ങനെയാണ് പെട്ടെന്നൊരു ദിവസം ഫ്ലാറ്റിലേക്ക് വന്നപ്പോ അങ്ങനെ. ഇനിയും വഴിയെ മത്തായിച്ചേട്ടന്റെ കുറെ സംഭവങ്ങൾ വരാനുണ്ട്. കുറെ ടിപ്സ് ഒക്കെ ഉണ്ട്, ബ്യൂട്ടി ടിപ്സ് ഒക്കെ, മേക്കപ്പിന്റെ കാര്യങ്ങളിലൊക്കെ അതൊക്കെ എന്തായാലും വഴിയേ ഉണ്ടാവും. നമ്മുടെ ലാലേട്ടൻ തകർത്ത് പെർഫോം ചെയ്ത ആ തിരുമുറ്റത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്, വരിക്കാശ്ശേരി മനയുടെ തിരുമുറ്റത്ത്. ശരിക്കും ഈ ഒരു സ്ഥലത്തെ പറ്റി, ഈ ഒരു ലൊക്കേഷനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു മലയാള സിനിമാ സംവിധായകന്മാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ലൊക്കേഷനാണ്. ആൻഡ് അത് മാത്രമല്ല, ആകസ്മികം എന്ന് പറയാമല്ലോ, ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ള എല്ലാ സിനിമകളും ഹിറ്റാണ്. അപ്പോൾ ഇവിടെ നിന്നും ഇനി എൻ്റെ യാത്ര ഗൗരിയുടെ വീട്ടിലേക്ക്.
അമ്മയാണോ? ഗൗരി ഉണ്ടോ അത്? ഓക്കെ. എനിക്ക് ഈ ഒരു കലാകാരിനെ കാണാൻ വരുന്ന വഴി മുഴുവൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. കാരണം അത്ര ഒരു മധുര സ്വരം എന്ന് പറയണമല്ലോ. എന്തായാലും കാണാൻ കഴിഞ്ഞ ഒരുപാട് സന്തോഷം കേട്ടോ. കൂടുതൽ വിശേഷങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയണം. ആലാപനം തേടും തായ്മനം വാരിലം പൂവേ ആരിരോ പാടാം താരിലം തേനേ ആരിരോ ആരോ. ടീച്ചറാണ് അവളെ ഉള്ളിലുള്ള കഴിവ് പുറത്തേക്ക് എടുത്തത്. എന്തുകൊണ്ടാണ് അമ്മ അതിന് ശ്രമിക്കാത്തത്? കുട്ടിക്ക് എല്ലാതും അച്ഛൻ്റെ കയ്യിൽ കിട്ടിയിട്ട് വേണം എല്ലാ ഇതും. പിന്നെ അമ്മയാണെങ്കിൽ ഒരു രോഗിയാണ്, എപ്പോഴും മരുന്നും ഇതൊക്കെ വേണം. പിന്നെ അച്ഛനൊരു നേരം പോകാൻ വയ്യെങ്കിൽ ഫസ്റ്റ് കിടക്കും. പുറത്തെ പണിക്ക് പോകാൻ പൂതിയുണ്ട്, പക്ഷെ ശരീരം കൊണ്ട് വയ്യ. എപ്പോഴും ഒരു രോഗിയാണ്. മക്കളിങ്ങനെ ഒരു നല്ലൊരു കരയ്ക്ക് എത്തി കാണാൻ നല്ലൊരു പൂതിയുണ്ട്. 3 പെൺമക്കളാണ്. എൻ്റെ മക്കളെങ്ങളൊന്ന് ഒരു ഭാവിയിലേക്ക് നിങ്ങൾ എത്തിച്ചു തരണം. ഞങ്ങൾക്കല്ലാതെ ആരുമില്ല. ഗൗരിയുടെ ശബ്ദം, ആ ശബ്ദ മാധുര്യം ലോകത്തിലെത്തുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ഇവരുടെ ഈ കണ്ണീരിനും ഈ വേവലാതിക്കും എല്ലാം ഉള്ള ഒരു പരിഹാരം അവിടുന്ന് കിട്ടും എന്ന് എനിക്ക് തോന്നുന്നു. അമ്മ ഒട്ടും വിഷമിക്കണ്ട കേട്ടോ. അഞ്ജനശീലയിൽ ആദിപരാശക്തി അമ്മേ കുമാരനല്ലൂരം. ഗൗരിക്ക് പറയാനുള്ള കാര്യങ്ങളും ഗൗരിയുടെ പാട്ടുമൊക്കെ ഇവിടെ അവസാനിക്കുന്നില്ല. നമുക്ക് ഫ്ലോറിൽ വെച്ചിട്ട് കൂടുതൽ വിശേഷങ്ങൾ അറിയാം. പേടിയുണ്ടോ? ഇല്ലല്ലോ, ഇല്ല, ഒട്ടും പേടിയില്ല. നല്ല സ്മാർട്ട് ആയിട്ടുണ്ട് കേട്ടോ. എന്താണ് വിശേഷങ്ങൾ നാട്ടിലൊക്കെ? എന്താണ് വിശേഷങ്ങൾ നാട്ടില്? കുഴപ്പമൊന്നുമില്ല. ഈ കൊറോണ കാരണം ബുദ്ധിമുട്ടായി. കൊറോണ കാരണം ബുദ്ധിമുട്ടായി അല്ലേ? പിന്നെ ഫ്രണ്ട്സ് അവിടുന്ന് പോരുമ്പോ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിട്ടാണോ വന്നത്? എന്താ പറഞ്ഞിട്ട് വന്നത്? ഞാനിങ്ങനെ അമൃത ടിവിയില് റെഡ് കാർപ്പറ്റ് വന്ന ഷോയില് പങ്കെടുക്കാൻ പോവാണ്. അപ്പൊ അവരെന്ത് പറഞ്ഞു? അപ്പൊ അവര് ഓൾ ദി ബെസ്റ്റ് പറഞ്ഞു. എല്ലാരും കാത്തിരിക്കായിരിക്കും അത് കാണാൻ വേണ്ടി. അനു ഏത് ക്ലാസ്സിലാ പഠിക്കണേ? ഞാൻ ഇനി 9ക്ക്. ഇനി 9ലേക്കാണ്. അത്രയോ? കണ്ടാ ഞാൻ വിചാരിച്ചു 5, 6 ഞാൻ പ്രതീക്ഷ. ഗൗരി ഏത് പാട്ടാ പാടുന്നേ? ഞാന് മോഹം കൊണ്ടു. അടിപൊളി മോഹം കൊണ്ടു. അതെ, മലയാളികളുടെ എപ്പോഴത്തെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സോങ് ആണ് നമുക്ക് വേണ്ടി ഗൗരി പാടുന്നത്. വേറെ 1-2 പാട്ടുകളൊക്കെ ഞങ്ങൾക്ക് വേണ്ടി പാടി തരില്ലേ? എല്ലാം പാടിത്തരണോ കേട്ടോ. പിന്നെ ലോകത്തുള്ള എല്ലാ ആളുകളും ഇത് കാണുകയാണ്. അപ്പൊ എല്ലാവർക്കും അടിപൊളിയായിരുന്നു കേട്ടോ, നന്നായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. എനിക്ക് തോന്നുന്നു എല്ലാ മലയാളികൾക്കും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് തന്നെ എടുത്തു. മിടുക്കത്തിയായിട്ട് പാടി. ഇനിയും വേറെ പാട്ടുകളൊക്കെ ഞങ്ങൾക്ക് വേണ്ടി പാടുമല്ലോ അല്ലെ? ഈ അടിപൊളി പാട്ടുകളൊക്കെ പാടുമോ? ഫാസ്റ്റ് നമ്പേഴ്സ് ഒക്കെ? ഇല്ല, ക്ലാസിക്കലും പിന്നെ ഇങ്ങനത്തെ മെലോഡിയസ് ആയിട്ടുള്ള പാട്ടും. നമുക്ക് അമ്മയുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിക്കാം അല്ലേ? നമസ്കാരം. 2 പേർക്കും ഞങ്ങളുടെ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് സ്വാഗതം. റെഡ് കാർപ്പറ്റിന്റെ വേദിയിൽ മോള് നിൽക്കാണ്. ഇങ്ങനത്തെ ഒരു TV ഷോയിൽ ആദ്യമായിട്ടാണോ? അതെ, ആദ്യമായിട്ടാണ്. അപ്പൊ ഇങ്ങനെ ഒരു വേദിന്റെ മോൾക്ക് കിട്ടിയ അമൃത ടിവിനോടും എല്ലാ ചാനലിനോടും ഇവിടെ ഇരിക്കണേ സന്തോഷല്ലേ? ഇത് സന്തോഷമുള്ള കാര്യമല്ലേ? ഇങ്ങനെ ഒരു ഇത്ര ചെറു പ്രായത്തിൽ നമുക്ക് ഇത്രയും വലിയൊരു വേദിയിൽ ഇത്രയും ആളുകൾ കാണുന്ന ഒരു വേദിയിൽ നിൽക്കാൻ പറ്റുന്ന ഇത് സന്തോഷത്തിന്റെ കടച്ചിലാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഇതിനെ കാണാൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും അവള് നല്ലൊരു നിലയിലെത്തട്ടെ എന്ന് സർവീസിനോടും ഇവിടെല്ലാരോടും. അമ്മ ഒരുപാട് സന്തോഷിക്കാനുള്ളതൊക്കെ ഈ മോൾ ഉണ്ടാക്കി തരും. ഒരുപാട് വലിയ ആളാവും. ഇത്രയും കഴിവില്ലേ? അവള് നല്ലൊരു ഭാവിയിലേക്ക് നല്ലൊരു ജീവിതത്തിലേക്ക് എത്താൻ. അമ്മയുടെ വിഷമം എന്താ? മോളെ നല്ലപോലെ ഈ പാട്ട് പഠിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതാണോ? അതെ,
അവൾക്ക് കഴിവുണ്ട്, പക്ഷേ സാമ്പത്തിക പ്രശ്നം കാരണം ഒന്നിനും സഹായിക്കുന്നില്ല. അവളെ ആഗ്രഹങ്ങൾ നേടിക്കൊടുക്കാൻ സഹായിക്കുന്നില്ല. അപ്പോൾ അവൾ നല്ലൊരു ഭാവിയിലേക്ക് അവൾ എത്തിപ്പെടാൻ നല്ലൊരു മോഹമുണ്ട്. അവൾ ഒരു നല്ലൊരു ഗായികനായി അറിയപ്പെടണമെന്നില്ല ആഗ്രഹം. ഇത് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും, അവരും ഇതേപോലെ എന്തെങ്കിലും രീതിയിൽ, ഇപ്പൊ നമുക്ക് ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, സോഷ്യൽ മീഡിയ വഴിയാണെങ്കിലും ഒക്കെ ഉണ്ടാവും. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു നല്ല വഴി തെളിയുമായിരിക്കാം അല്ലെ? ആ ഒരു പ്രതീക്ഷയിൽ തന്നെ നമുക്ക് ഇരിക്കാം. അപ്പം അച്ഛന് എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഉള്ള കഴിവിന് ഒരു മോൾക്ക് കഴിവുണ്ട്, അത് എന്നാലാവുന്ന വിധം കൊണ്ട് നടത്തുന്നുണ്ട്. അതിലപ്പുറത്തേക്ക് പോകുമ്പോൾ സാമ്പത്തികമായിട്ട് സാധിക്കുന്നില്ല. അതെ, തൽക്കാലം നമുക്ക് അതായത് അച്ഛനും അമ്മ എന്ന രീതിയിൽ ഒരു മെന്റൽ സപ്പോർട്ട് എപ്പോഴും ആ ഒരു സപ്പോർട്ട് മോൾക്ക് കൊടുക്കുക. ബാക്കിയുള്ളതൊക്കെ തനിയെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വഴി തെളിഞ്ഞു കാണും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോവാം അല്ലേ അനു? അത് തീർച്ചയായിട്ടും. കാരണം റെഡ് കാർപ്പറ്റിലൂടെ ഒരുപാട് പേര് ഇത് കാണും. അപ്പോൾ ഇത് വലിയൊരു തുടക്കമാവട്ടെ മോൾക്ക്. അമ്മയും അച്ഛനും ഒട്ടും വിഷമിക്കേണ്ട, ഒരു വിഷമവും ഉണ്ടാവില്ല. അപ്പൊ എന്തായാലും നിങ്ങളെ കണ്ടതിലും പരിചയപ്പെട്ടതിലും ഒക്കെ ഒരുപാട് സന്തോഷം. അമ്മ ഇനി വിഷമിക്കരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പക്ഷേ ജീവിതം ആവുമ്പോൾ വിഷമവും സന്തോഷവും ഒക്കെ ഇങ്ങനെ മിക്സ് ചെയ്ത് വരും. എന്നാലും ആ ഒരു പ്രതീക്ഷ മനസ്സിൽ വെക്കുക. ഈ പ്രോഗ്രാം ഒരുപാട് പേര് കാണും, ഒരുപാട് നല്ല അവസരങ്ങൾ ഗൗരിയെ തേടി എത്തും എന്ന് തന്നെ നമുക്ക് വിശ്വസിച്ച് മുന്നോട്ട് പോകാം. മിടുക്കിയായിട്ട് പാടി കേട്ടോ. എന്തായാലും എനിക്കും അനുവിനും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ. നല്ല വോയിസ് ആണ്, അത് പിന്നെയും പിന്നെയും എടുത്ത് പറയാണ്. ഒരു കാര്യം എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഒരു ഫ്ലോർ അല്ലെങ്കിൽ ഈ ഒരു റെഡ് കാർപ്പറ്റിന്റെ വേദി എന്ന് പറഞ്ഞ ഒരു മത്സര വേദിയല്ല. ഇവിടുത്തെ വരുന്ന ആൾക്കാരും അത്രയും ട്രെയിൻഡ് ആയിട്ട് ഒരുപാട് അങ്ങനെ ഒന്നുമല്ല. അതായത് പ്യുവർ ആയിട്ടുള്ള ഒരു ടാലന്റിനെ തന്നെയാണ് നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പൊ ഇവരെയൊക്കെ ശരിക്കും നന്നായിട്ട് ഗ്രൂം ചെയ്ത് ഒരുപാട് പ്രാക്ടീസ് ഒക്കെ ചെയ്യിപ്പിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിഗംഭീരമായിരിക്കും. അതെ. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നും നമ്മൾ പ്രത്യേകിച്ചൊരു എഫേർട്ട് എടുക്കാതെയാണ് ഇവർ ഇത്ര മനോഹരമായിട്ട് ഇവിടെ വന്ന് പെർഫോം ചെയ്യുന്നത്. ഗൗരി ആണെങ്കിലും ഇതിനു മുമ്പ് വന്ന ഒരുപാട് പെർഫോമേഴ്സ് അങ്ങനെയായിരുന്നു. അപ്പം എന്തായാലും ഒരുപാട് സന്തോഷം. നല്ലൊരു പ്ലേ ബാക്ക് സിംഗറായിട്ട് ഞങ്ങൾക്കൊക്കെ കാണാൻ പറ്റട്ടെ. ഓക്കെ, ശരി.